അയ്യപ്പന്റെ കട്ടസ്വർണം പിണറായിയുടെ ബന്ധുക്കളുടെയും CPM നേതാക്കളുടെയും കയ്യിലാണെന്ന് മട്ടന്നൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി ചന്ദ്രൻ തില്ലങ്കേരി. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതുൾപ്പെടെ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. വയനാട് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചു. മട്ടന്നൂരിലെ ഇടതുകോട്ട തകർത്ത് തനിക്ക് വിജയം ഉറപ്പാണെന്നും ചന്ദ്രൻ തില്ലങ്കേരി മട്ടന്നൂരിൽ ഗ്രാമികയോട് പറഞ്ഞു. ജിഷ്ണിഷ് കാക്കര തയ്യാറാക്കിയ റിപ്പോർട്ട്. KPCC ജനറൽ സെക്രട്ടറിയും UDF മട്ടന്നൂർ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ ചന്ദ്രൻ തില്ലങ്കേരി നമ്മോടൊപ്പം ചേരുകയാണ്. ചന്ദ്രേട്ട, തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം വരികയാണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ പ്രചരണത്തിന്. ഈ ഒരു ദിവസങ്ങൾക്കുള്ളിൽ എങ്ങനെയാണ് ഒരു വിജയത്തിന്റെ ഒരു കാര്യങ്ങൾ പറയാനുള്ളത്? ഭൂരിപക്ഷം ഏകദേശം നമുക്കൊന്ന് ഉറപ്പിക്കപ്പെട്ട രീതിയിലായോ? തീർച്ചയായും 10,000-ലധികം വോട്ടിന് ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ മണ്ഡലം പിടിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, ഉറച്ച വിശ്വാസമുണ്ട്. നമ്മുടെ പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തിലാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മട്ടന്നൂർ ഇളകി മറിയുകയാണ്. പ്രതിപക്ഷ നേതാവ് ഇടയ്ക്ക് പറയുന്നതാണ് BJPയും CPM തമ്മിലൊരു ഡീലുണ്ട്. അത്തരത്തിലൊരു ഡീൽ ഇവിടെ മട്ടന്നൂരുണ്ടോ? അതെനിക്കറിയില്ല. അവരുണ്ടോ എന്ന് അവരാണ് പറയേണ്ടത്, ഡീലുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വസ്തുനിഷ്ഠാപരമായിരിക്കും. പല സ്ഥലങ്ങളിലും UDFന്റെ ആളുകൾ ജയിക്കാതിരിക്കാൻ, കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി വരാതിരിക്കാൻ അഖിലേന്ത്യാ തലത്തിലുള്ള നേതൃത്വവും CPMന്റെ നേതൃത്വവും തമ്മിൽ ചില ധാരണകളുണ്ട്. പക്ഷെ അത് ഈ കേരളത്തിലെ BJPക്കാർ അംഗീകരിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം അഖിലേന്ത്യാ ഡീലല്ല ഇവിടെ ജനങ്ങൾ പ്രയാസം അനുഭവിക്കുന്നു. BJPക്കാർ അടക്കം പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ആ ഒരു കൂട്ടുകെട്ടൊന്നും ഇവിടെ വിലപ്പോവില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ തീർച്ചയായും ശബരിമലയിലെ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാണ്. സ്വർണം കടത്തി കൊണ്ടുപോയി, സ്വർണം കടത്തിയ ആളുകളെ അറസ്റ്റ് ചെയ്തു. പക്ഷെ ആ സ്വർണം തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെടുത്തിട്ടില്ല. തൊണ്ടി മുതൽ ഇപ്പോഴും CPM നേതാക്കന്മാരുടെ കയ്യിലും മുഖ്യമന്ത്രിയുടെ കുടുംബക്കാരുടെ കയ്യിൽ നിൽക്കുകയാണ്. അത് ഇതുവരെ കണ്ടെടുക്കാൻ സാധിക്കാത്ത പരാജയപ്പെട്ട ഒരു ഗവൺമെന്റിന് അതിനോടുള്ള ജനരോഷം തീർച്ചയായും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ചില ഗ്യാരണ്ടികൾ വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നേടുന്നത്. അത് എത്രത്തോളം ജനങ്ങളിലേക്ക് ഗുണമാകും? ജനങ്ങൾക്ക് നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വിതരണം ചെയ്യുന്ന ആനുകൂല്യങ്ങളല്ല. കോൺഗ്രസ് ഗവൺമെന്റ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കി വിജയിച്ച പദ്ധതികളാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. കർണാടകയിൽ സൗജന്യമായി വനിതകൾക്കുള്ള ബസ് യാത്ര അതിപ്പോഴും വിജയകരമായി നടക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിനാവശ്യമായ സ്റ്റൈഫൻഡ് കൊടുക്കുന്ന എല്ലാ കുട്ടികൾക്കും, പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന പദ്ധതി അത് നടപ്പിലാക്കുകയാണ്. ആരോഗ്യ ഇൻഷുറൻസ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ പേരിൽ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നടപ്പിലാക്കി വിജയിച്ച പദ്ധതികളാണ്. അതുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്നത് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതാണ് 5 ഇനമാക്കിയത്. അല്ലെങ്കിൽ LDFനെ പോലെ 500 ഇനമാക്കായിരുന്നു. വയനാട് വീട് നിർമ്മിച്ച് നൽകാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഒരു പ്രശ്നവുമില്ല. വയനാട് ഭൂമി ഏറ്റെടുത്ത് വീട് നിർമ്മിച്ച് നൽകുന്നു. ഭൂമി ഏറ്റെടുത്ത് ഉടനെ വീട് വരില്ലല്ലോ. അവിടെ പണി നടക്കണ്ടേ? അവിടെ പണി കൃത്യമായി നടക്കുന്നുണ്ട്. വലിയൊരു വിജയപ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായും വലിയല്ല, മുഴുവൻ വിജയപ്രതീക്ഷയിലാണെന്നാണ് UDF സ്ഥാനാർത്ഥി ചന്ദ്രൻ തില്ലങ്കേരി പറയുന്നത്. മട്ടന്നൂരിൽ നിന്നും ക്യാമറമാൻ അരുൺ ജനാർദ്ദനൊപ്പം റിപ്പോർട്ടർ ജിഷ്ണിഷ് കാക്കര, ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.